ഹായ് ഹലോ നമസ്കാരം. നമുക്ക് സദ്യ സ്റ്റൈൽ ഓലൻ നോക്കിയാലോ. അതിലേക്ക് അരക്കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കി 5-8 മണിക്കൂർ കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. രാത്രിയിൽ വെച്ചാൽ രാവിലെ ആകുമ്പോൾ കുതിർന്നോളും കേട്ടോ. കുതിർന്ന് വന്നിരിക്കുന്ന വൻപയറിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് കഞ്ഞി പോലൊന്നും വേകണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാകുവേ. സാധാരണയായിട്ട് ഞങ്ങളിവിടെ ഓലനി ചേർക്കുന്നത് വൻപയറും കുമ്പളങ്ങയുമാണേ. ചിലയിടത്ത് മത്തങ്ങ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ എന്തെങ്കിലുമൊക്കെ അധികം ചേർക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. ഇതാണ് കുമ്പളങ്ങ. ഏകദേശം 300 ഗ്രാമോളം ഉണ്ട്. ഇതിൻ്റെ തൊലിയിൽ ഒരു ചാരപ്പൊടിയുടെ നിറമൊക്കെ ഉണ്ട്. തൊലിക്ക് നല്ല കട്ടിയുമാണ്. അപ്പോൾ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് വേറെ മസാലപ്പൊടികളോ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. എരിവിനായിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് നമ്മുടെ ഓലൻ എന്ന് പറയുന്ന പേര് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങയുടെ 2-3 പാൽ അരിച്ചെടുത്തത് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി രുചിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സദ്യയിൽ ബാക്കി എരിവും പുളിയും മധുരവും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഓലൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും രുചിയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ വൻപയറും വെന്ത് വന്നിട്ടുണ്ട്. 1/2 സ്പൂൺ ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ കുമ്പളങ്ങയിൽ ചേർത്തിട്ടുണ്ട്. വൻപയറും തേങ്ങാപ്പാലും ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എന്നാണോ ഓലൻ ഉണ്ടാക്കുന്നത് അന്ന് തന്നെ ഇത് തീർക്കണം, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ വളിച്ചു പോകുക എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താണ് ഈ പറയുന്നത് ഈ ചീത്തയാവുന്നതിന്? വൻപയർ നമുക്ക് ചേർക്കാം. വൻപയർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചേക്കുക, കാരണം ഇത് തൊടുകറിയാണല്ലോ. ഒരുപാട് അങ്ങ് ലൂസായിട്ട് പോകണ്ട. ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ മാത്രമാണ്. ഇതാണ് പറഞ്ഞാൽ സിമ്പിളാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഓലൻ റെഡിയാകും. ഏകദേശം 1/2 കപ്പ് മിച്ചമുള്ള 1/4 പാൽ, തലപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് തിളച്ച് പോകരുത്. ഒന്ന് നല്ലപോലെ ചൂടാക്കിയാൽ മതിയാകും. തിളച്ച് പോയാൽ നമ്മുടെ ടേസ്റ്റേ മാറിപ്പോകും ഓലൻ്റെ. ഇനി നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അപ്പം തന്നെ അടച്ച് വെക്കണം. പക്ഷേ ഞാനൊന്ന് ഇളക്കുന്നുണ്ട്, കാരണം എൻ്റെ ചട്ടിക്ക് നല്ല ചൂടാണ്. തിളച്ച് പോകുമെന്ന് പേടിച്ച് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ടേ. നമ്മൾ അപ്പം തന്നെ അടച്ച് വെച്ചാലാണ് ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു മണം നമ്മുടെ ഓലനിലോട്ട് ഇറങ്ങത്തുള്ളൂ. സിമ്പിൾ, നമ്മുടെ സദ്യ സ്റ്റൈൽ ഓലൻ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും റെക്കമെൻഡ് ചെയ്യണം. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.